ഈ ഗ്യാസ് ഒടുക്കത്തെ ലീക്കാണ്. ഓക്കെ, നമുക്ക് അണ്ടമാൻ ലീക്കായിട്ടാണ് നമ്മൾ വിളിച്ചത്. ഗ്യാസ് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ കത്തിക്കില്ലെന്ന് ഞാൻ വിളിച്ച് പറഞ്ഞു. അപ്പോൾ തന്നെ നമ്മുടെയൊക്കെ വീടുകളിൽ അച്ഛനും അമ്മയും ഇതൊന്നും ശ്രദ്ധിച്ചു പോയില്ല. ഈ ഗ്യാസ് ലീക്കാണെന്ന് ചെക്കുമ്പോൾ ഇതൊക്കെ കൊണ്ട് ഫിക്സ് ചെയ്തിട്ട് അവർ ഓണാക്കി കത്തിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി അപ്പോൾ നമ്മൾ റെഗുലേറ്ററൊക്കെ നിരന്തരം ചെക്ക് ചെയ്യണം. ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ റെഗുലേറ്റർ ഇതൊരു ബോൾ സിസ്റ്റം വഴിയാണ് വർക്ക് ചെയ്യണം. ഇതിൻ്റെ റെഗുലേറ്റർ കംപ്ലൈൻ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ റെഗുലേറ്റർ നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് ഈ ഓസും ചേഞ്ച് ചെയ്യണം. നിർബന്ധമായിട്ടും ഈ ഓസും റെഗുലേറ്ററും ഈ അടുപ്പൊക്കെ ചെക്ക് ചെയ്യേണ്ടതാണ്. ഒരു 3 മാസം കൂടുമ്പോഴെങ്കിലും ചെക്ക് ചെയ്യണം. ഒരു വർഷത്തിൽ കുഞ്ഞു ബോളുകളുണ്ട്, ആ ബോൾ തെന്നിയിട്ട് ഇതിൻ്റെ ലൂസ് ആയേക്കണാണ്. ഇതിൻ്റെ ഈ ഗ്യാപ്പിൽ കൂടെയാണ് ഗ്യാസ് ലീക്ക് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ലീക്ക് മാറ്റാൻ വേണ്ടി ഒരു റെഗുലേറ്റർ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിന് ഏകദേശം 300 രൂപ വരും. ഭാരത് ഗ്യാസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ISA മുദ്രയൊക്കെ ഉള്ളതാണോ എന്ന് തന്നെ ചെക്ക് ചെയ്യണം. ഭാരത് ഗ്യാസിൻ്റെ തന്നെയാണ്. അപ്പം ഇതിനു വേണ്ടി ട്യൂബ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ട്യൂബ് വാങ്ങിച്ചിട്ടുണ്ട്. ഈ ട്യൂബിന് ഏകദേശം 300 രൂപ റേറ്റ് ഉണ്ട്. ഇപ്പോൾ ഈ ട്യൂബ് വാങ്ങിക്കുന്ന കാര്യത്തിൽ പൈസ പിശുക്കൊരിക്കലും കാണിക്കില്ല. 3 ടൈപ്പ് കോട്ടിംഗ് ഉണ്ട്. കമ്പിയുണ്ട്, പ്ലാസ്റ്റിക് ഉണ്ട്, റബ്ബറുണ്ട്. എല്ലാം കോട്ടിംഗ് ഉള്ള നല്ല ക്വാളിറ്റി കൂടിയ ട്യൂബ് തന്നെ നമ്മൾ വാങ്ങിക്കണം. അപ്പോൾ നമ്മൾ റെഗുലേറ്റർ മാറുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ പഴയ ട്യൂബ് മാറ്റിക്കളയേണ്ടതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയ ട്യൂബ് എടുത്തിട്ടുണ്ട്. പുതിയ ട്യൂബും പുതിയ റെഗുലേറ്റർ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ എടുത്തിട്ട് ട്യൂബ് ഫിക്സ് ചെയ്യുവാണ്. ഇങ്ങനെ പ്രസ് ചെയ്ത് തന്നിട്ട് ശരിക്കും പ്രസ് ചെയ്ത് കയറ്റി വിടണം. വീട്ടിൽ തന്നെ ചെയ്യാൻ സാധിക്കുകയില്ലെങ്കിൽ ഒരു ഗ്യാസ് ടെക്നീഷ്യൻ ഇതിനെക്കുറിച്ച് അറിയാവുന്നവരെ വിളിച്ച് മാത്രം ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതുപോലെ ഈ ട്യൂബിലോട്ട് റെഗുലേറ്റർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഗ്യാസ് സൈഡ് അടുപ്പിൻ്റെ സൈഡിലോട്ട് ഇത് ഫിക്സ് ചെയ്യണം. അതിന് വേണ്ടി ഈ അടുപ്പിൽ വെച്ച് ഇങ്ങനെ ട്യൂബ് നമ്മൾ നൂരിയെടുക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്ത് ഊരി മാറ്റിയിട്ടുണ്ട്. അതായത് പുതിയ ഓസ് നമ്മൾ ഇതിലോട്ട് കയറ്റുവാണ്. ഗ്യാസിൻ്റെ ഇൻലെറ്റിലോട്ട് പുതിയ ഓസ് നമ്മൾ ഫിക്സ് ചെയ്യുവാണ്. ഇങ്ങനെ പിരിച്ച് ശരിക്കും കൊടുക്കണം. നല്ല ബലം പ്രയോഗിച്ച് തിരിച്ച് കയറ്റി വിടണം. ഓസും റെഗുലേറ്ററും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ അടുപ്പ് സേഫ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഏകദേശം ഒരു 3 മാസം കൂടുമ്പോഴെങ്കിലും, നമ്മൾ വർഷത്തിൽ 3 മാസം കൂടുമ്പോഴെങ്കിലും എല്ലാവരും ചെക്ക് ചെയ്യേണ്ടതാണ്. ഗ്യാസ് ഏജൻസി നമുക്ക് ഗ്യാസ് കൊണ്ട് തരുമ്പോൾ ഗ്യാസ് കുറ്റിയിൽ നിന്ന് എവിടെയെങ്കിലും പ്രശ്നമുണ്ടോ ചെക്ക് ചെയ്യേണ്ടതാണ്. കാരണം അവിടെ പരിശോധന കഴിഞ്ഞാണ് കൊണ്ടുവരുന്നത്. എന്നാലും നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ വീട്ടുകാർ ഇൻസ്റ്റാൾ ചെയ്യുന്നേക്കാളും പാടൊന്ന് ഗ്യാസ് കുറ്റി നോക്കണം, നല്ലതായിരിക്കും. ഗ്യാസ് അടുപ്പ് ഇതൊക്കെ വലിയ ക്വാളിറ്റി ഒന്നും ഇല്ലാത്ത ടൈപ്പ് ഗ്യാസ് അടുപ്പുകളാണ്. ഇതൊക്കെ നമ്മളൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് ഒന്ന് ക്ലീൻ ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം, നല്ലതാണ്. നമുക്ക് അണ്ടമാൻ ലീക്കായിട്ടാണ് നമ്മൾ വിളിച്ചത്. ഗ്യാസ് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ നമ്മൾ കത്തിക്കില്ലെന്ന് ഞാൻ വിളിച്ച് പറഞ്ഞു. അപ്പോൾ തന്നെ അപ്പോൾ നമ്മൾ ഇനി പുതിയ റെഗുലേറ്ററും പുതിയ ട്യൂബൊക്കെ കയറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം, ലീക്ക് ഉണ്ടോ ഇല്ലെന്ന് നോക്കാമല്ലോ. അപ്പോൾ നമുക്ക് പഴയ ലീക്ക് ഉണ്ടോ എന്ന് നോക്കണ്ടേ. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഗ്യാസിൻ്റെ ക്യാപ്പ് ഊരിക്കിട്ട് റെഗുലേറ്റർ ഒന്ന് ഫിക്സ് ചെയ്യാൻ പോവാണ്. റെഗുലേറ്റർ എപ്പോഴും നമ്മൾ ഓഫ് ചെയ്തിട്ട് വേണം ഇതൊന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടി. ഓഫ് ചെയ്തിട്ട് ഇതിലോട്ട് വെച്ച് ലോക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഗ്യാസ് ഇൻസ്റ്റാൾ ചെയ്യുമ്പം ഈ ഒരു പോർഷൻ ഇങ്ങനെ മൂവ്മെൻറ്റ് ചെയ്യാതെ നമ്മൾ എന്തെങ്കിലും കൊണ്ട് ഹോൾഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതിലിവിടെ ഇൻസുലേഷൻ ടേപ്പ് യൂസ് ചെയ്തിട്ട് ഒന്ന് ഹോൾഡ് ചെയ്തിട്ടുണ്ട്. ഇൻസുലേഷൻ ടേപ്പ് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഹോൾഡ് ചെയ്ത് വെക്കണം. പിന്നെ റെഗുലേറ്ററിൻ്റെ അവിടെ നിലവിൽ ഇൻസുലേഷൻ ടേപ്പ് അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എന്നാലും ജസ്റ്റ് ചുമ്മാ ഒന്ന് അടിച്ചു കൊടുത്തേക്കാം. അപ്പം ഈ ഒരു പോർഷൻ കണ്ടോ, അപ്പം മൂവ്മെൻ്റ് ആയില്ല, മൂവ്മെൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു പോർഷനും കൂടെ ഒന്ന് ടേപ്പ് ചെയ്ത് കൊടുത്തേക്കാം. അത് ഓക്കെ. അപ്പോൾ നമ്മൾ റെഗുലേറ്റർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഓപ്പൺ ചെയ്യുകയാണ്. ഇപ്പോൾ ഗ്യാസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് റെഗുലേറ്റർ. ഓക്കെ, അപ്പോൾ ഗ്യാസ് ഇപ്പോൾ പഴയ പോലെ ലീക്കോ സൗണ്ടോ ഒന്നുമില്ല. അപ്പോൾ നമ്മളിതൊന്ന് കത്തിച്ച് നോക്കാൻ പോവാണ്. ഓക്കെ, അടുക്കള കൊണ്ടുവച്ചിട്ടുണ്ട് ഗ്യാസ്. ഈ അടുക്കള ഇപ്പം നമുക്ക് ജസ്റ്റ് കത്തിച്ച് നോക്കാം. വെളി വെച്ച് കത്തിച്ച് നോക്കിയിട്ട് കാണത്തില്ലായിരുന്നു ഈ വെട്ടം കാരണം ബർണറിട്ട് 2 ബർണറിട്ട് 2 അടുപ്പിൻ്റെ നമ്മളത് കത്തിച്ച് നോക്കാൻ പോവാണ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഉപയോഗം കഴിയുമ്പോൾ ഗ്യാസിൻ്റെ അടി ഓഫ് ചെയ്തിടണം. അത് ചെയ്യണമെന്ന് വെച്ചാൽ സേഫ്റ്റി ആയിരിക്കും. ഇപ്പൊ നമ്മള് കത്തിച്ച് നോക്കാൻ പോവാണ് ആദ്യത്തെ അടുപ്പ്. ഇപ്പൊ ഒരു കുഴപ്പമില്ലാതെ അടുപ്പ് കത്തുന്നുണ്ട്. അതുപോലെ പാത്രമൊക്കെ വെച്ച് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ 2 അടുപ്പും നല്ല ഒരു കുഴപ്പമില്ലാതെ കത്തുന്നുണ്ട്. ഇവിടെ ലീക്കൊന്നുമില്ല. അപ്പം ഇപ്പൊ ഒരു ലീക്കും ഇല്ല, ഒരു കുഴപ്പമില്ല. നമ്മുടെ ഗ്യാസ് അടിപൊളിയായിട്ട് കത്തുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. അപ്പൊ എല്ലാവരും ഇത് വീട്ടിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ.